ഇത് നിന്റെ തെറ്റാണ്, നിനക്ക് അത്രയ്ക്ക് ബുദ്ധിയില്ലേ, നീ എന്തിനാ ഇങ്ങനെ ചെയ്തത്, അതുകൊണ്ടല്ലേ അതിങ്ങനെ വന്നത്. കുട്ടികൾ എന്തെങ്കിലും ഒരു കാര്യമെന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യുന്നത് എന്തായിരിക്കും? അവരെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങും അല്ലേ? ഒരു വിധിയെഴുത്ത്. കുട്ടികൾ പലപ്പോഴും നിങ്ങളോട് പല കാര്യങ്ങളും തുറന്നു പറയാത്തത് കുട്ടികൾ തെറ്റായത് കൊണ്ടല്ല, നിങ്ങളുടെ അടുത്ത് അവർക്കൊരു സുരക്ഷിതത്വം ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കുട്ടിയുടെ മനസ്സിൽ കുട്ടി പോലും അറിയാതെ പഠിക്കുന്നത് ഇനി ശാന്തമായിട്ട് ഒന്നും പറയാതെ സൈലന്റ് ആയിട്ടിരിക്കുന്നതാണ് ഏറ്റവും സേഫ്. നിങ്ങളുടെ പിന്നീടുള്ള ഒരു പ്രതികരണം ദേഷ്യമായിരിക്കും. കുട്ടി ചെയ്യുന്ന ഓരോ തെറ്റും നിങ്ങൾ എടുത്തു കാണിച്ച് ഒരു ലെക്ചർ പോലെ കുറെ ഉപദേശം കൊടുക്കുന്നു, കുട്ടിയെ ചീത്ത പറയുന്നു, വഴക്ക് പറയുന്നു, അടിക്കുന്നു. ഇതൊക്കെ പലപ്പോഴും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. കുട്ടികൾക്ക് അപ്പൊ എന്താണ്? നിങ്ങളെ ഉള്ളില് പേടിയാകാൻ തുടങ്ങുന്നു. പേടിക്കുന്ന മനസ്സിന് തുറന്നു പറയാൻ മടിയായിരിക്കും അല്ലേ? മാത്രമല്ല, കുട്ടിയായിരിക്കുമ്പോ തന്നെ നിങ്ങൾ ചിലപ്പോൾ ഒരു കമ്പാരിസൺ ഒക്കെ നടത്താറുണ്ടായിരിക്കും അല്ലേ? അവന്റെ മോനെ നോക്ക്, ഇവന്റെ മോനെ നോക്ക്, ഇവൻ എത്ര നല്ല മിടുക്കനാണ്, അവന്റെ മാർക്ക് കണ്ടില്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആ കുട്ടിയുടെ കോൺഫിഡൻസ് കുറയ്ക്കുന്നു എന്നുള്ളതാണ്, ആത്മവിശ്വാസക്കുറവുണ്ടാക്കുന്നു എന്നുള്ളതാണ് സത്യം. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ പറയുമ്പോൾ അവൻ നന്നായിട്ട് പഠിക്കും, ഇത് കേട്ടിട്ടാണെങ്കിലും അവൻ പഠിക്കും എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ അത് തെറ്റിദ്ധാരണ മാത്രമാണ്. നാലാളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ പോലും പിന്നീട് പറ്റാതെ കോൺഫിഡൻസ് ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് വാസ്തവമായ കാര്യം. പിന്നീട് അങ്ങോട്ട് നിങ്ങളുമായിട്ടുള്ള ബന്ധം പോലും തകർക്കാൻ ആ അത്തരത്തിലുള്ള കമ്പാരിസൺ മതിയാകും. എന്തെങ്കിലും ഒരു കാര്യം പറയാനായി കുഞ്ഞ് വരുമ്പോ അല്ലെങ്കിൽ കുട്ടി വരുമ്പോ നമ്മൾ അതങ്ങ് തടസ്സപ്പെടുത്താറുണ്ടല്ലേ? ഞാനൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ, ഇതിനിടയ്ക്കാണോ നിനക്ക് ഇത്തരം സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾ എന്നോടൊന്ന് പറയേണ്ടത്? ഞാനിവിടെ വളരെ സീരിയസ് ആയിട്ട് നിൽക്കുന്നത് നീ കണ്ടില്ലേ? ഞാനിവിടെ ഫോണിൽ സംസാരിക്കുവാണ്, എനിക്കിപ്പോ നിന്റെ ഒരു കാര്യം കേൾക്കാൻ പറ്റില്ല, എനിക്ക് വേറെ പണിയുണ്ട്. ഇത്തരത്തിൽ ചിലപ്പോ കുട്ടി പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ തന്നെ ഇടയ്ക്കങ്ങ് ഫുൾ സ്റ്റോപ്പ് ഇട്ട് കൊടുക്കും, ഇടയ്ക്കങ്ങ് സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കും. ഇത്ര ചെറിയ കാര്യമാണോ ഇത്രയും ഇതായിട്ട് ഇങ്ങനെ പറഞ്ഞു വരുന്നത്? ഇതൊക്കെ വളരെ നിസ്സാരപ്പെട്ട കാര്യമല്ലേ, ഇതിനാണ് എൻ്റെ ഇത്രയും സമയം നീ എടുത്തത്? ഇങ്ങനെയൊക്കെ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. അല്ലെങ്കിൽ പലപ്പോഴും ഞാൻ ഈ പറഞ്ഞതുപോലെ ഫോണിൽ സ്ക്രോൾ ചെയ്തിരിക്കുകയോ നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കും നിങ്ങൾ ഇത് കൂടുതലായിട്ട് പറയാറുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇത് കുട്ടിയുടെ മനസ്സിൽ പതിക്കുന്നത്, ഓ എൻ്റെ കാര്യങ്ങൾക്ക് അമ്മ പ്രത്യേകിച്ച് അങ്ങനെ ഒരു വാല്യൂ ഒന്നും തരുന്നില്ല, എൻ്റെ കാര്യങ്ങൾക്ക് ഒരു വിലയില്ല എന്നുള്ളൊരു തോന്നലാണ്. ഒരു പ്രശ്നം അതിപ്പോ നിസ്സാരപ്പെട്ടതാണെങ്കിലും അത് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവനത് വലുതായിട്ടായിരിക്കും തോന്നുന്നത്. ആ ഒരു പ്രശ്നം നിങ്ങളോട് പറഞ്ഞു വരുമ്പോൾ നിങ്ങളത് വളരെ നിസ്സാരമായിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം അവൻ വരാനൊന്ന് മടിക്കും. അടുത്ത പ്രാവശ്യം വരാനായിട്ട് അവൻ മടിക്കും, അവൻ ചിന്തിക്കും അത് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ അമ്മ വളരെയധികം ദേഷ്യപ്പെടും. എന്തിനാണ് ഞാൻ പിന്നെ പോയി പറയുന്നത്? വെറുതെ എന്തിനാണ് ദേഷ്യം? അമ്മയുടെ വായിലിരിക്കുന്ന മുഴുവൻ ഞാൻ എന്തിനാണ് കേൾക്കുന്നത്? അടുത്ത പ്രാവശ്യം നിങ്ങളോട് ഇത് പറഞ്ഞു വരാനായിട്ട് അവൻ മടിക്കും. അവനൊരു നിസ്സാരപ്പെട്ട കാര്യമായിരിക്കില്ല അത്, നിങ്ങൾ പക്ഷെ വളരെ നിസ്സാരവൽക്കരിച്ച് കളയുന്നു എന്നുള്ളതാണ്. ഒരു പ്രാവശ്യം അവൻ എന്തെങ്കിലും ഒരു വിഷമം പറഞ്ഞു വന്നപ്പോൾ നിങ്ങളത് അവഗണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് പ്രശ്നങ്ങൾ അവൻ പറയാതെയാകുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പല പാരന്റ്സിനൊപ്പം ഡൗട്ട് തോന്നുമല്ലേ, ഇതെങ്ങനെ മാറ്റാം? പലപ്പോഴും നമ്മുടെ ആ ഒരു അപ്പോഴത്തെ ദേഷ്യത്തിൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ആ ഒരു ടെൻഷനിൽ നമ്മൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ പൊട്ടിത്തെറിക്കുന്നതായിരിക്കും. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ അപ്പോൾ ബിസി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുഞ്ഞിനോട് പറയുക, ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് അമ്മ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് അമ്മ വരാം കേട്ടോ, നീ ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഇങ്ങനെ പറയാം. ഇനിയിപ്പോ അവനത് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവനത് താങ്ക്സ് പറയുക. കാരണം ആ ഒരു വെയിറ്റിംഗ്, അവന് അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള അമ്മയ്ക്ക് വേണ്ടി അവൻ വെയിറ്റ് ചെയ്തല്ലോ, നിങ്ങളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. അമ്മ വെയിറ്റ് ചെയ്തല്ലോ, ഇനി പറഞ്ഞു, നല്ലൊരു കാര്യമാണ്, വെയിറ്റ് ചെയ്യാൻ ഒരു മനസ്സ് കാണിച്ചല്ലോ മോൾ, ഇത് പറഞ്ഞ് തുടങ്ങുക. നിങ്ങൾ വളരെ ശാന്തമായിട്ട് കേൾക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ അവന്റെ സൈഡിലുള്ള മിസ്റ്റേക്ക് ആയിരിക്കാം. ആദ്യം അവനെ ശാന്തമായിട്ടൊന്ന് കേൾക്കുക. നിങ്ങളൊരു ഗുഡ് ലിസണർ ആകുക. കുട്ടിയുടെ ഒരു പ്രായം വരെ ഗുഡ് ലിസണർ ആകുക എന്നുള്ളതാണ്. കുട്ടിക്ക് എന്ത് കാര്യവും നമ്മളോട് വന്ന് പറയാൻ, അവനെ ഓടി വരാനുള്ളൊരു ഇടമാവുക എന്നുള്ളതാണ്. അവൻ അത്രയ്ക്കും വിശ്വാസത്തോടെ സ്നേഹത്തോടെ ഞാൻ ഓടിച്ചെന്ന് അമ്മയോടത് പറയുമ്പോൾ അമ്മ ഒരിക്കലും എന്നെ തള്ളിക്കളയില്ല. ചിലപ്പോൾ എൻ്റെ തെറ്റിനെ അമ്മ ചൂണ്ടിക്കാണിക്കുമായിരിക്കാം, പക്ഷെ എങ്കിലും അമ്മ എന്നെ ഒരിക്കലും തള്ളിക്കളയില്ല, തള്ളിപ്പറയില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ എന്ത് പ്രശ്നമാവും എന്ന് പറയുമ്പോഴും നിങ്ങൾ ശാന്തമായിട്ടൊന്ന് കേൾക്കുക. അവന് കുറച്ചു നേരം ഒന്ന് കേൾക്കുക. ചാടിക്കയറി ഉപദേശം കൊടുക്കാൻ നിൽക്കണ്ട. നമ്മൾ എപ്പോഴും നമുക്കൊരു കുഴപ്പമുണ്ടല്ലേ, എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് വരുമ്പോൾ, കൊച്ചൊരു പ്രശ്നമായിട്ട് വരുമ്പോൾ നമ്മൾ അങ്ങ് വാതോരാതെ അങ്ങ് ഉപദേശം കൊടുക്കും.
അവൻ ആ ഉപദേശത്തിന്റെ ആവശ്യം ഇല്ലായിരിക്കും ചിലപ്പോൾ. അതായത് എന്താ പറയണ്ടേ, കുറച്ച് പ്രായം മുതിർന്ന ആയിട്ടുള്ള ഞാൻ പറയുന്നത്, മുതിർന്ന കുട്ടികളുള്ള അമ്മമാരോടാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ അതിന്റെ സൊല്യൂഷൻ അവന് തന്നെ അറിയാമായിരിക്കും. അതായത് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിങ്ങനെ ഓക്കെ ആക്കാം എന്ന് അവന് തന്നെ അറിയാമായിരിക്കും. പക്ഷെ അവൻ ആ സമയത്ത് വേണ്ടത് ഒരു ഗുഡ് ലിസണറെ ആയിരിക്കും. ഇതൊന്ന് അവന്റെ ആ ഒരു അപ്പോഴത്തെ ആ ഒരു വിഷമം ഒന്ന് കേട്ടിരിക്കാൻ ഒരു ലിസണറെയാണ് അവന് ആവശ്യം. അല്ലാതെ ഒരു ഉപദേശകയെ അല്ലെങ്കിൽ ഒരു ഉപദേശകനെ അല്ല അവന് ആ സമയത്ത് ആവശ്യം. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ചാടിക്കേറി ഒരുപാട് ഉപദേശങ്ങൾ അങ്ങ് പറയുന്ന ഒരു സ്വഭാവം പലർക്കും ഉണ്ടാവും അല്ലേ? അതൊന്ന് സ്റ്റോപ്പ് ചെയ്യുക. ഉപദേശങ്ങൾ ഒരു പരിധിവരെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ നമ്മൾ ആ പ്രായത്തിൽ എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുക. പക്ഷെ നമ്മൾ ഒപ്പീനിയൻ ആയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അതായത് അഭിപ്രായമായിട്ട്, അതായത് അവനിലേക്ക് ഇൻജെക്ട് ചെയ്യുന്നത് പോലെ നമ്മൾ പറയാതിരിക്കുക എന്നുള്ളതാണ്. ഓരോ കാര്യങ്ങളും നമ്മൾക്ക് നമ്മുടെ കുഞ്ഞിനെ ഏത് രീതിയിലൂടെയാണ് വളർത്തേണ്ടത് എന്നുള്ളത് നമ്മുടെ മനസ്സിൽ വെക്കേണ്ട കാര്യമാണ്. അത് കുഞ്ഞിനെ ഒരിക്കലും മനസ്സിലാക്കേണ്ട കാര്യമില്ല. അവനെ ഇങ്ങനെ പുഷ് ചെയ്ത് നീ ഇങ്ങനെ തന്നെ ചെയ്യണം, നീ ഈ വഴി തന്നെ നടക്കണം എന്നല്ല പറയേണ്ടത്. അവനെ ഇങ്ങനെ ഒരു വഴിയുണ്ട്, ഇത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ ലൈഫിൽ ഇങ്ങനത്തെ സക്സസ് ഒക്കെ ഉണ്ടാകും. ഇനി വന്ന് പറഞ്ഞല്ലോ, അവൻ ആ പറയാനുള്ളൊരു മനസ്സ് കാണിച്ചില്ലേ, ചിലപ്പോൾ അവന്റെ മിസ്റ്റേക്ക് ആയിരിക്കും അത്. പക്ഷെ അവൻ ആ കാര്യം നിങ്ങളോട് വന്ന് പറയാൻ ഒരു മനസ്സ് കാണിച്ചെങ്കിൽ അവൻ അത്രത്തോളം നിങ്ങളെ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ അത്രത്തോളം വിശ്വസിക്കുന്നത് കൊണ്ടും നിങ്ങളിൽ ഒരു പ്രതീക്ഷയുള്ളതും ഒക്കെ കൊണ്ടായിരിക്കാം അവൻ ഓടി വന്ന് നിങ്ങളോടത് പറയുന്നത്. നിങ്ങൾ അതിന് ശരിക്കും പറഞ്ഞാൽ അഭിമാനിക്കുകയാണ് വേണ്ടത്. ഞാൻ നല്ലൊരു പാരന്റ് ആണ്, അതുകൊണ്ടാണ് എൻ്റെ മോൻ അത് ഓടി വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. അവനൊരു പ്രശ്നം ചെയ്ത് ഇപ്പൊ സ്കൂളിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ട് അവൻ ഓടി വന്ന് അമ്മയോട് പറയുവാണ്, അമ്മ ഞാൻ ഇങ്ങനെ തെറ്റ് എനിക്ക് സംഭവിച്ചു പോയി, എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ സംഭവിച്ചു പോയി എന്നൊരു കുട്ടി പറയുമ്പോൾ നിങ്ങൾ അതിൽ അഭിമാനിക്കുകയാണ് വേണ്ടത്. കാരണം നിങ്ങളൊരു നല്ല പാരന്റ് ആണ്, അതുകൊണ്ടാണ് ആ കുഞ്ഞത് വന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അവനോടത് പറഞ്ഞതിനെ അവനെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മോനിത് വന്ന് പറഞ്ഞല്ലോ അമ്മയടുത്ത്. ഇപ്പൊ ടീച്ചർ പറഞ്ഞിട്ടാണ് അമ്മ അറിഞ്ഞിരുന്നെങ്കിൽ അമ്മയ്ക്ക് നല്ല വിഷമാവുമായിരുന്നു. മോനായിട്ട് ഇതൊന്ന് പറഞ്ഞതുകൊണ്ട് അമ്മയ്ക്ക് അത്രയും അമ്മയ്ക്കൊന്ന് പ്രിപ്പയർഡ് ആകാമല്ലോ. ഇനി ടീച്ചർ പറയുമ്പോഴാണെങ്കിലും അമ്മയ്ക്കൊന്ന് പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കാമല്ലോ. ഓക്കെ മോനെ, എനിക്ക് പെട്ടെന്നൊരു ഷോക്ക് ഇല്ലല്ലോ അമ്മയ്ക്ക്. മോൻ വന്ന് പറഞ്ഞല്ലോ, മുന്നേ കൂട്ടി പറഞ്ഞല്ലോ, അത് നല്ലൊരു കാര്യമാണ് എന്ന് പറഞ്ഞ് അവനൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. ഇനി നമ്മുടെ ഭാഗത്തുനിന്നാണ് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുന്നെന്നുണ്ടെങ്കിൽ അവനത് പറയുവാണ്, അമ്മ ഇങ്ങനെ ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ അച്ഛാ എനിക്കത് ഭയങ്കര വിഷമമായി, നിങ്ങളത് ചെയ്തത് എനിക്ക് ഭയങ്കര വിഷമമായി എന്നൊക്കെ പലപ്പോഴും കുട്ടികൾ പറയുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് നല്ലതാണ് കേട്ടോ. നിങ്ങളൊരു നല്ലൊരു പാരന്റ് ആയതുകൊണ്ടാണ് കുട്ടി അത് ഓപ്പണായിട്ട് പറയുന്നത്. പല കുട്ടികൾക്കും അതൊന്നും ഓപ്പണായിട്ട് പറയാനൊരു സ്പേസ് കിട്ടാറില്ല. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പാരന്റ്സ് അത് എങ്ങനെ റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ അത് പിന്നീട് ഉള്ളൊരു അവസ്ഥ എന്താന്ന് പോലും ഊഹിക്കാൻ പോലും പറ്റാത്ത പല കുട്ടികളും കാണും. അപ്പൊ അതുകൊണ്ട് അവരത് പറയാറില്ല. പക്ഷെ അങ്ങനെ പറയുന്ന കുട്ടികളുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പാരന്റ്സ്, അങ്ങനെയുള്ള കുട്ടികളുടെ അമ്മയും അച്ഛനും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിലാണ് ആ കുഞ്ഞിനെ വളർത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് കുഞ്ഞത് ഓപ്പണായിട്ട് നിങ്ങളോടൊന്ന് പറയുന്നത്. അവൻ അച്ഛനെയും അമ്മയും അത്രയ്ക്ക് വിശ്വസിക്കുന്നുണ്ട്. അത്രയും അവന് ആ ഒരു കാര്യത്തിൽ അച്ഛനും അമ്മയിലും അവൻ അത്രയ്ക്കും കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഭാഗത്താണ് തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈഗോ, അല്ലെങ്കിൽ ഞാൻ അച്ഛനല്ലേ അല്ലെങ്കിൽ ഞാൻ അമ്മയല്ലേ, ഞാൻ അങ്ങനെ സോറി പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മുന്നിൽ ഞാൻ അങ്ങ് വില കുറഞ്ഞു പോയാലോ എന്ന് ചിന്തിച്ചിരിക്കാനേ പാടില്ല. നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഒരു തെറ്റെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് സോറി പറയുക. മോനെ സോറി, എനിക്ക് അപ്പോഴത്തെ ദേഷ്യത്തിൽ ഞാൻ അങ്ങനെ അടിച്ചു പോയി, അല്ലെങ്കിൽ മോനെ സോറി, ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാനത് എനിക്കെന്തോ അപ്പോൾ അങ്ങനെ ചെയ്തു പോയി. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു റീസൺ കാണുമല്ലോ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്, മോനെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഞാനത് ചെയ്തത്, അങ്ങനെ ഒരു റീസൺ കാണുമല്ലോ. അത് നിങ്ങൾ മോനോട് പറഞ്ഞ് അല്ലെങ്കിൽ മോളോട് പറഞ്ഞ് മനസ്സിലാക്കുക, ഇതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ള കാര്യം. കുഞ്ഞുങ്ങൾ ചെയ്യുന്ന തെറ്റാണെങ്കിൽ നമ്മൾ അവരെ അംഗീകരിക്കുക. ആദ്യം അവരുടെ ആ ഒരു ഇമോഷൻസ്, അതായത് എങ്ങനെ പറയണ്ട, അത്രയും വിഷമത്തിൽ കുഞ്ഞു കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ അവരുടെ കുഞ്ഞു മനസ്സിലെ കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിരിക്കാം വിഷമിപ്പിക്കുന്നത്. പക്ഷെ അവർക്കത് വലിയൊരു കാര്യമാണ്. ഇപ്പം അവനായിരിക്കും ചിലപ്പോൾ അവൻ്റെ സൈഡിൽ നിന്നുണ്ടാകുന്ന, അവൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തെറ്റായിരിക്കാം. പിന്നീട് നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കുക. പക്ഷെ ആ ഒരു സമയത്ത് നീ എന്തിനാ അത് ചെയ്തത്, നിന്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്, നീ ഒരു മോശപ്പെട്ട കുട്ടിയാണ് എന്നൊക്കെ പറയുന്നതിന് പകരം മോനത് വന്ന് പറയാനുള്ള മനസ്സ് കാണിച്ചല്ലോ. നമ്മളൊന്ന് സംനയനം പാലിക്കുക എന്നുള്ളതാണ്. മോൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ മോളുടെ ഭാഗത്താണ് തെറ്റെന്നുണ്ടെങ്കിലും ഒന്ന് നിയന്ത്രിക്കുക എന്നുള്ളതാണ്. കാരണം അടുത്ത പ്രാവശ്യം അവൻ ഇതുപോലെ വന്ന് പറയണമല്ലോ നമ്മളടുത്ത്. അല്ലാതെ അവനത് മറച്ചു വെച്ചിട്ട് വേറൊരാൾ വഴി പറയുകയോ, അല്ലെങ്കിൽ അത് മറച്ചു വെച്ചിട്ട് ആ ഒരു പ്രശ്നം വലുതായി പോയിക്കൊണ്ടേയിരിക്കുന്നു. അത് പിന്നീട് ഒരു വലിയൊരു പ്രശ്നമാകുമ്പോൾ നമ്മളത് അറിയുന്നു. നമ്മുടെ കയ്യിൽ നിൽക്കാത്ത രീതിയിലൊരു പ്രശ്നമായിട്ട് നമ്മളത് അറിയുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ്
ഒരു ചെറിയ പ്രശ്നം തുടങ്ങുമ്പോൾ തന്നെ കുഞ്ഞ് നമ്മളോട് വന്ന് ആ കാര്യം പറയുന്നതല്ലേ. അപ്പൊ അങ്ങനെ വന്ന് പറയുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുക കുഞ്ഞിനെ. നിങ്ങളൊരു നല്ല പാരന്റ് ആണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഇനിയിപ്പോൾ അങ്ങനെ വന്ന് പറയാത്ത കുട്ടികളുണ്ടെങ്കിലും പാരൻസ് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം നമ്മൾ പാരൻസ് ആണ് അവരെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചോദിച്ച് അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിൽ അവരെ ഒന്ന് ഒരു നമ്മളെന്താ പറയണ്ടേ, പറയാനുള്ളൊരു ഇടം കൊടുക്കുക എന്നുള്ളൊരു അവസ്ഥയുണ്ടല്ലോ, അങ്ങനെ ആക്കിയെടുക്കേണ്ടത് നമ്മൾ പാരൻസിന്റെ ഡ്യൂട്ടിയാണ്. സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ എല്ലാം ഇരുന്ന് വിശേഷങ്ങളൊക്കെ ചോദിക്കുക, ഓരോ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ അവനെ കേൾക്കുന്നു എന്ന് തോന്നി തുടങ്ങുമ്പോൾ അവൻ പതുക്കെ പതുക്കെ അവൻ മനസ്സ് തുറക്കും എന്നുള്ളതാണ് വാസ്തവം. പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട്, ആരെങ്കിലും കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുമ്പോൾ പലപ്പോഴും അത് സൈക്കോളജിസ്റ്റ് സ്കൂളിൽ കൗൺസിലിംഗ് വരുമ്പോഴൊക്കെയാണ് കുട്ടികളത് പുറത്ത് പറയുന്നത്. എന്തുകൊണ്ടാണ് അത് പാരൻസിനോട് പറയാത്തതെന്ന് ഞാനിങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അതങ്ങനെ കേൾക്കാൻ ഒരു ഇടമില്ല എന്നുള്ളതാണ്. ആ ഒരു വീട്ടിൽ പാരൻസ് ഉണ്ട്, 100% കൊടുത്തു നിൽക്കുക, അല്ലെങ്കിൽ ഫുൾ ടൈം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്, അഹോരാത്രം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പണിയെടുക്കുകയാണ്, അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഒഴിഞ്ഞു വച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. അതിലല്ല കാര്യം. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ലോങ്, അതായത് നിങ്ങളുടെ ഒരു ദിവസം 24 അവേഴ്സ് കൊണ്ട് നിങ്ങളൊരു 24 അവേഴ്സ് നിങ്ങൾ കുഞ്ഞിന് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിന് ക്വാളിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ അതിൽ യാതൊരുവിധ കാര്യമില്ല. ക്വാണ്ടിറ്റിയിലല്ല കാര്യം, ക്വാളിറ്റി എന്നാണുള്ള കാര്യമാണ്. ഒരു അമ്മ ഇപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ള പാരൻസ് കാണുമല്ലേ, 10 മിനിറ്റൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർക്ക് കിട്ടുന്നത്. പക്ഷെ ആ 10 മിനിറ്റ് ആ കുട്ടികളെ എങ്ങനെയാണ് അവർ ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് ഉള്ളതനുസരിച്ചിരിക്കും. ചിലപ്പോൾ 24 അവേഴ്സ് നോക്കുന്ന ഒരു അമ്മയും ഈ 10 മിനിറ്റ് നോക്കുന്ന ഒരു അമ്മയും, ഇതിൽ 10 മിനിറ്റ് നോക്കുന്ന അമ്മയുടെ ആ ഒരു കുഞ്ഞായിരിക്കും ചിലപ്പോൾ കുറച്ചും കൂടെ കുട്ടി ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നതും ഒക്കെ. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ക്വാണ്ടിറ്റിയിലല്ല കാര്യം, ക്വാളിറ്റിയാണ് ഏറ്റവും പ്രധാനം. നമ്മൾ പകർന്നു കൊടുക്കുന്ന വാല്യൂസ്, നമ്മൾ പകർന്നു കൊടുക്കുന്ന വളരെ നല്ല കാര്യങ്ങൾ, ഈ കാര്യങ്ങളാണ് ഒരു കുഞ്ഞിൻ്റെ പേഴ്സണാലിറ്റിയെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. എനിക്കും ഒരു മോനുണ്ട്, ഞാനും ഒരു പാരന്റ് ആണ്, ഞാനും ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ മനുഷ്യന്മാരാണല്ലേ, തെറ്റ് പറ്റാത്ത മനുഷ്യന്മാരില്ല. അതുകൊണ്ട് ആരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, ഞാനും ഒരു പാരന്റ് ആണ്, ഞാനും ഈ കാര്യങ്ങളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഉറപ്പായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു 80% എങ്കിലും നമ്മൾക്ക് സക്സസ് ഉണ്ടാക്കാൻ പറ്റുമല്ലേ. നമ്മൾ ആ ഒരു എഫേർട്ട് എടുത്തിട്ടും കുഞ്ഞി അങ്ങനെ പോയി, ഞാൻ ഇത്രയും അവനെ കേട്ടിരുന്നു, അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള സ്ഥലത്തും എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് കാണും എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ റൂട്ട് കോസ് നോക്കി പോകുമ്പോൾ ആ കുഞ്ഞ് എന്തുകൊണ്ട് അങ്ങനെ പോയി എന്നുള്ളൊരു കാര്യം വരുമ്പോൾ, ഒന്നെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും സൈക്കോളജിക്കൽ പരമായിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കാം, ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെയുള്ള പ്രശ്നങ്ങളായിരിക്കാം, പാരൻസ് തമ്മിലുള്ള കോൺഫ്ലിക്ട്സ്. എപ്പോഴും പറയാറുണ്ടല്ലേ പാരൻസ്, ഞാൻ നല്ലതുപോലെയാണ് അവനെ വളർത്തിയത്, അല്ലെങ്കിൽ ഞാൻ അവളെ വളർത്തിയത്, ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടു, ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ടു. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള വീടുകൾ എടുത്തു കഴിയുമ്പോൾ ഈ പാരൻസ് തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ഇത് കണ്ടിട്ട് വളരുന്ന കുഞ്ഞുങ്ങൾക്ക് വളരെയധികം പ്രോബ്ലംസ് ആയിരിക്കും. അത് ബിഹേവിയർ ഇഷ്യൂസ് ആയിക്കോട്ടെ, അങ്ങനെ കുറെ ട്രോമാസ് ആയിക്കോട്ടെ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടാവും. നമുക്ക് നാളേക്കായി നല്ല കുഞ്ഞുങ്ങളെ വാർത്തെടുക്കാം. നിങ്ങൾ ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് സ്നേഹിക്കുക. കുഞ്ഞ് അത് കണ്ട് വളരട്ടെ. നിങ്ങൾക്കിടയിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്നതിനൊപ്പം തന്നെ നിങ്ങളത് പറഞ്ഞ് പരിഹരിക്കുന്നതും കുഞ്ഞത് കാണുന്നുണ്ടാവാം. സോ കുഞ്ഞിന് അത്തരത്തിലുള്ള നല്ല നല്ല മെസ്സേജുകൾ ഉണ്ടായിക്കോട്ടെ. ഓരോ കുട്ടിയുടെ ബാല്യകാലവും നമ്മളാൽ കഴിയുന്ന പോലെ മനോഹരമാക്കുക എന്നുള്ളതാണ്.